ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി സഖാവ് പി രാജീവ്, ബഹുമാനപ്പെട്ട കൂർലോസ് തിരുമേനി, അഡ്വക്കേറ്റ് അനിൽകുമാർ, ബഹുമാനപ്പെട്ട പ്രഭാകരൻ സഖാവ്, മറ്റ് സുഹൃത്തുക്കളെ, സഖാക്കളെ, അതിഗംഭീരമായ 2 പ്രസംഗങ്ങൾക്ക് ശേഷം ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് തന്നെ ഒരു സംശയത്തിലാണ് നിൽക്കുക. കാരണം നിൽക്കുന്ന തിരുമേനിയുടെ പ്രസംഗം താത്വികമായ വിശകലനങ്ങളോടും അപഗ്രഥനങ്ങളോടും അതിൻ്റെ സംഗ്രഹങ്ങളോടും കൂടിയതായിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുന്ന കാലം മുതലുള്ള രാഷ്ട്രീയമായ വ്യത്യസ്തങ്ങളായ സംഭവ വികാസങ്ങളെയും ഘട്ടങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞു. മേഞ്ഞിടത്ത് തന്നെ മെയ്യുക ഏറ്റവും വിരസമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട തിരുമേനി അദ്ദേഹത്തിൻ്റെ പഠനത്തിലുള്ള തീസിസ് പുസ്തകമായി മാറുമ്പോൾ അതിൻ്റെ പേര് ഗ്രീൻ ലിബറേഷൻ എന്നാണ്. അതായത് വിശ്വാസം, ബൈബിൾ വിടുതിയുടെ ഒരു സാധ്യതയായി, എങ്ങനെ ഹരിത വിടുതിയുടെ ഒരു സാധ്യതയായി അപഗ്രഥിക്കുന്ന ഗംഭീരമായ ഒരു പുസ്തകമാണ്. അപ്പോൾ മതവിശ്വാസവും ദൈവവിശ്വാസവും അപഗ്രഥനം അല്ലെങ്കിൽ വിശകലനാത്മകമായ തലത്തിൽ സമീപിക്കാൻ ശേഷിയുള്ള വിശ്വാസിയുടെ മതജീവിതവും ഇത്തരത്തിൽ ശേഷിയില്ലാത്ത ഒരു മതാധികാര ഘടനയുടെ എല്ലാവിധത്തിലുള്ള അനുശാസനകളെയും നിശബ്ദമായി അനുസരിക്കുന്ന വിശ്വാസിയുടെ കൂട്ടവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നാം ഇന്ന് കാണുന്ന ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് പറഞ്ഞ വിശ്വാസികളാൽ നിർണയിക്കപ്പെടുന്ന മത ജീവിതമാണ് കാണുക. ഇത്തരത്തിലുള്ള ഒരു മത ജീവിതം നിർമ്മിക്കുന്ന മതരാഷ്ട്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓരോ മതങ്ങളും രൂപപ്പെട്ട കാലത്തിൻ്റെ ജീവിത പശ്ചാത്തലവും സാമൂഹ്യ ആവശ്യങ്ങളും വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന തരത്തിലുള്ള വളരെ ജഡരൂപത്തിലുള്ള ഒന്നായിരിക്കും. പലതരം വിഭാഗീയതകളെയും വിവേചനങ്ങളെയും ആധിപത്യങ്ങളെയും പ്രാർത്ഥനയുടെയും മന്ത്രങ്ങളുടെയും മുഖപടമിട്ടുകൊണ്ട് അതിനുള്ളൊരു പ്രത്യേകത, ഇത് സ്വാഭാവികമാണ്, ഇത് ആധികാരികമാണ്. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം. ഇത്തരം ആധികാരിക പാഠങ്ങളോടെ ഇപ്പോൾ ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ആലോചിക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് ജനാധിപത്യം തന്നെ ഇല്ലാതാവുക. ഇവിടെ തിരുമേനി അക്കമിട്ട് സൂചിപ്പിച്ച പ്രവണതകൾ ഓരോന്നും ജനാധിപത്യത്തെ തന്നെ നമ്മൾ തകിടം മറിക്കുന്ന അല്ലെങ്കിൽ അതിനെ തന്നെ അട്ടിമറിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മിക്കവാറും ജീവിതങ്ങൾ മൗനം കൊണ്ട് അതിനോട് സന്ധി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മൗനം കൊണ്ട് അതിനോട് രഞ്ജിക്കുന്നതാണ്, ചേർന്ന് പോകുന്നതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ വിഷയം വളരെ പ്രസക്തമാണ്, ആലോചിക്കുന്നതും നന്നായിരിക്കും. രാജസ്ഥാനിൽ എനിക്ക് തോന്നുന്നത് എൻ്റെയൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് രൂപ് കൻവാർ എന്ന് പറയുന്ന സ്ത്രീയുടെ സതി ആചരണം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം ഇന്ത്യയുടെ സാമൂഹ്യ നവോത്ഥാന പ്രക്രിയയുടെ ഒരു അടയാളം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കീനോട്ട് എന്ന് പറയാവുന്ന ഒരു കാര്യമായിരുന്നു സതി നിരോധനം. തൊട്ടു പിന്നാലെ വിധവാ വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ വളരെ ആദർശവൽക്കരിക്കപ്പെട്ട ഒരു സതി ആചരണമായി രൂപ് കൻവറിൻ്റെ സതിയെ മുന്നോട്ട് വയ്ക്കുകയും ഇന്ത്യയിൽ ഉടനീളം അതിനോട് വിയോജിച്ചുകൊണ്ടുള്ള
സ്വതന്ത്ര ചിന്തയുള്ള വിമോചന പ്രസ്ഥാനങ്ങളിൽപ്പെട്ട സ്ത്രീകൾ വലിയ വലിയ സംവാദങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. പക്ഷെ ഇന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ, എനിക്കറിയാം ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ കാണുന്ന ഒരു ഇടമുണ്ട്, കാഴ്ചയുടെ ഒരു ലോകമുണ്ട്. ഈ ലോകം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, അതായത് ടെലിവിഷൻ, എനിക്കൊന്ന് ഏറ്റവും അധികം മനുഷ്യൻ്റെ സമയം ചെലവഴിക്കുന്ന ഒരു കാര്യം ടെലിവിഷനോ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിലൊക്കെയുള്ള കാഴ്ചകളാണ്. വളരെ ജനപ്രിയമായിട്ടുള്ള കലാരൂപങ്ങളുടെ അകത്തുകൂടി കടത്തുന്ന മതാന്ധത നിറഞ്ഞ കാഴ്ചപ്പാടുകളുണ്ട്. ഇത്തരം കാഴ്ചപ്പാടുകൾ ആദർശവൽക്കരിക്കുന്ന ചില സ്ത്രീ മാതൃകകളുണ്ട്, ജീവിതങ്ങളുണ്ട്. ഇത് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനെ ഒരു വിമർശ സ്വഭാവത്തിലൂടെ നോക്കിക്കാണാൻ സാധിക്കാത്ത വിധത്തിൽ വിനോദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും, നമ്മളൊരു പ്ലഷർ പ്രിൻസിപ്പലിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് സ്വീകരിക്കപ്പെടുന്നത്. നിരന്തരമായി ഇത്തരത്തിലുള്ള ഒരു സ്വീകരണം അല്ലെങ്കിൽ ഇതിൻ്റെ വിഴുങ്ങൽ വിവാഹത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, അന്ധമായ അനുഷ്ഠാനാത്മകതയെക്കുറിച്ചൊക്കെ വളരെ സ്വാഭാവികമെന്ന രീതിയിൽ സന്ധി ചെയ്യാനും സമരസപ്പെടാനും ജീവിതത്തിൽ പാലിക്കാനും മനുഷ്യരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അതാണ് ഒരിക്കലെ നമ്മൾ കാണുന്ന സീരിയൽസ്. ഈ സീരിയൽസിനകത്ത് എല്ലാം കടന്നു വരുന്ന ഈ തരത്തിലുള്ള രുചിമിഠായികളുണ്ട്. ഇത് കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ എനിക്കൊന്ന് CTV ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനപ്രിയ സോപ്പ് ഓപ്പറകളുടെ ഒരു തുടക്കം വരിക. അതിൽ നിന്ന് മലയാളത്തിലെ സിസ്റ്റം, ഹിന്ദിയിലെ നിരവധിയായിട്ടുള്ള സീരിയൽ സോപ്പ് ഓപ്പറ സൃഷ്ടിക്കുന്ന, അതിൻ്റെ ഈ രസനീയതയ്ക്കൊപ്പം സൃഷ്ടിക്കുന്ന മതാത്മക പാഠങ്ങളുമുണ്ട്. ഈ മതാത്മക പാഠങ്ങളുടെ അല്ലെങ്കിൽ മതാന്ധമായ പാഠങ്ങളുടെ സ്വീകരണം മൂലം പലപ്പോഴും വിവേകമോ വിവേചന ശക്തിയോ ഇല്ലാതെയായി പോകത്തക്ക വിധത്തിലേക്ക് വീടകങ്ങൾ മാറുന്നുണ്ട്. ഇത് വളരെ, എനിക്ക് തോന്നുന്നു, ഒരു വശത്ത് നമ്മൾ പ്രോഗ്രസീവ് ആകുമ്പോഴും മറുവശത്ത് ഇത്തരത്തിലുള്ള വളരെ റിച്വലിസ്റ്റിക് എന്നുള്ള ആ ഒരു ലേബൽ വരുന്ന ഒരുതരം ജീവിത പാഠങ്ങളുണ്ട്. ഈ പാഠങ്ങൾ എനിക്ക് തോന്നുന്നത് നേരെയുള്ള വളരെ ഓപ്പണായിട്ട് നടത്തുന്ന യുദ്ധങ്ങളെക്കാൾ വലിയ ദോഷമാണ് സൃഷ്ടിക്കുക. സതിയാണെങ്കിലും നിരന്തരമായി ആദർശവൽക്കരിക്കപ്പെട്ട വിധവാ ജീവിതമാണെങ്കിലും എല്ലാ കാര്യത്തിലും മുട്ടിന് നടത്തുന്ന ഓവറായിട്ടുള്ള ഭക്തിയാണെങ്കിലും ഇതൊക്കെ സ്വാഭാവികമായി തോന്നുകയാണ്. അപ്പോൾ ഏത് ഭക്തി എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകാത്ത വിധത്തിൽ, കാരണം ഇത്തരത്തിലുള്ള ഹിന്ദി സീരിയൽസ്, വളരെ പ്രസിദ്ധമായിട്ടുള്ള സീരീസ്, മലയാളം സീരീസ്, ഇതിനകത്തൊക്കെയും ഒരൊറ്റ ഭക്തി മാത്രമേ ഉള്ളൂ. വീടകങ്ങളിൽ വിളയുന്ന ഭക്തി ഒന്ന് മാത്രമാണ്. ഈ ഭക്തിയൊക്കെ വിഴുങ്ങുന്നതും മജോറിറ്റി സ്ത്രീകളാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം ഈ രൂപ് കൻവാർ അന്ന് പ്രതിഷേധത്തിനുള്ള ഒരു ഇമേജ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതൊരു സംഭവമായിരുന്നെങ്കിൽ, ഇന്ന് വേണമെങ്കിൽ വളരെ സ്വാഭാവികമായ രീതിയിൽ അതിനെ സ്വീകരിക്കുന്നതിലേക്ക് മനസ്സ് നമ്മളുടെ പാകപ്പെടുന്നുണ്ട്. അതിൻ്റെ വലിയ അടയാളങ്ങൾ പല സ്ഥലത്തൊന്നും കാണാൻ സാധിക്കും. 1948 മഹാത്മാഗാന്ധി കൊല്ലപ്പെടുന്നു. 1948 മദർ തെരേസ കൽക്കട്ടയിലെ തെരുവുകളിലേക്ക് ഇറങ്ങുന്നത്. ഇതൊരു വലിയൊരു മറ്റൊരു സാധ്യതയിന്മേൽ മറ്റൊരു സാധ്യത ഇന്ത്യൻ സമൂഹത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ മദർ തെരേസ, സിസ്റ്റർ ആഗ്നസ് എന്ന് പറയുന്ന ലൊറേറ്റ മഠത്തില് സിസ്റ്റർഹുഡ് ഉപേക്ഷിച്ചിട്ടാണ് ഇന്ത്യൻ സ്ത്രീകളുടേതായിട്ടുള്ള, ഏറ്റവും സാധാരണ സ്ത്രീകളുടേതായിട്ടുള്ള സാരിയും ഒക്കെ ധരിച്ച് ഈ കോളറ മൂലവും പ്ലേഗ് മൂലവും ഒക്കെ മരിക്കുന്ന, അല്ലെങ്കിൽ എലി കടിച്ചു പറിച്ച മൃതശരീരങ്ങളുള്ള ഒരു തെരുവിലേക്ക് ഇറങ്ങുക. മദർ തെരേസയെ സംശയിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ സ്നേഹകരുണകളുടെ അവരുടെ പ്രവർത്തനത്തെ ഇന്ത്യ അംഗീകരിച്ചു. 1948 മുതൽ
മദറിന്റെ പ്രവർത്തനം നിൽക്കുന്നുണ്ട്. അവർക്ക് ഏറ്റവും അധികം സഹായമായിരുന്ന ബംഗാളിലെ ജ്യോതി ബസു ഗവൺമെന്റും വിശേഷിച്ച് ആ മുഖ്യമന്ത്രിയുമാണ്. അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒട്ടും സ്കെപ്റ്റിക് അല്ലാതെ അതിനെ സ്വീകരിക്കാവുന്ന ഒരു സമൂഹ മനസ്സുണ്ടായിരുന്നിടത്തു നിന്നാണ് നമ്മളുടെ ഫോണുകളിലൂടെ നിരന്തരം കേൾക്കുന്ന എൻ്റെ സ്റ്റുഡൻസ്, ഞാൻ കേട്ടിരുന്നില്ല, എൻ്റെ സ്റ്റുഡൻസ് എന്നെ കൊണ്ടൊന്ന് കേൾപ്പിച്ച മദർ തെരേസയ്ക്ക് ഭാരതരത്നം കൊടുത്തതിനെ അതിനിശിതമായി വിമർശിക്കുകയും അപഹസിക്കുകയും അത് കൊടുത്ത ആളുകളെ ഏറ്റവും കുറ്റക്കാരായി വിധിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള വിസർജ്യ വസ്തുക്കൾ പോലെയുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ ബുദ്ധിമാന്യം സംഭവിച്ചവരും രോഗികളും അനാഥരും ആരുമില്ലാത്തവരുമായിട്ടുള്ള മനുഷ്യരെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ മതങ്ങളുടെ സാമ്പത്തിക ഫണ്ടിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ അതിനെ നിരോധിച്ചിരിക്കുകയാണ്. ഇതിലൊരു അസ്വാഭാവികത പോലും തോന്നാത്ത വിധത്തിൽ ഒരു പൊതു മനസ്സ് നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സമൂഹ മനസ്സ് അങ്ങനെ നിലനിൽക്കുകയാണ്. അതേസമയം വളരെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള അധികാരഘടനയോട് കൂടിയ മത ജീവിതവും ഇടങ്ങളും വീണ്ടും വീണ്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടും. ഇന്നിപ്പോൾ വിധി വന്നു, ബിഷപ്പിന്റെ വിധി വന്നു. ഈ വിധിക്ക് വേണ്ടി, ഈ ബിഷപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ സഭയിൽ കുറ്റാരോപിതരാർക്ക് വേണ്ടിയിട്ട് വലിയ നൊവേനകളും നീണ്ട പ്രാർത്ഥനകളും നടത്തത്തക്ക വിധത്തിലുള്ള ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു തരം വിശ്വാസ ജീവിതത്തിന്റെ ബഹിർസ്ഫുരണങ്ങളാണ് നാം ഇന്ന് കാണുന്നത്. അപ്പോൾ ഒരു വശത്ത് ഭരണകൂടം സൃഷ്ടിക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകൾ, അവർ പാലിക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകൾ മൂലം ഞെരുക്കപ്പെടുന്ന മതജീവിതങ്ങൾ അല്ലെങ്കിൽ മത സമൂഹങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അതത് മതങ്ങൾക്കകത്ത് ഇത്തരത്തിലുള്ള പൗരോഹിത്യ അധികാര ഘടനയുടെ സർവ്വദുഷിപ്പുകളെയും ആദർശവൽക്കരിക്കുകയും വിശുദ്ധമാക്കുകയും ഒക്കെ ചെയ്യുന്ന മറ്റൊരു എക്സസൈസും കൂടി ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ, ഫാസിസ്റ്റ് പ്രവണതയ്ക്കെതിരെ ന്യൂനപക്ഷ മതക്കാർ അതത് വിഭാഗങ്ങൾ സംഘടിച്ചുകൊണ്ട് തീവ്രവാദ സ്വഭാവമുള്ള പ്രവർത്തികളിലൂടെ, സംഘം ചേരലുകളിലൂടെ, ആത്മകമായിട്ടുള്ള വളരെ ഫനാറ്റിക് ആയിട്ടുള്ള നിലപാടുകളിലൂടെ ഇതിനെ റെസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് വളരെ ആപൽക്കരമായിട്ടുള്ള കാര്യം തന്നെയാണ്, ഒരു സംശയവും ഇല്ല. ഒരു വശത്ത് ഇപ്പൊ നമുക്കറിയാം, ഓരോ മതത്തിനകത്തും കേന്ദ്രമായിട്ടുള്ള ചില സത്യങ്ങൾ, നന്മകൾ ഒക്കെ കാണും. അപ്പോൾ ഒരു വശത്തെ ഈശ്വരൻ അല്ലെങ്കിൽ പ്രജ്ഞാനം ബ്രഹ്മം, ജ്ഞാനം ഈശ്വരനാണെന്നും ദൈവം പരമകാരികനാണെന്നും ദൈവം സ്നേഹമാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന മതങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീർണമായ അധികാരത്തിന്റെ പല എക്സ്പ്രഷൻസും നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യം, ബിഷപ്പ് സൂചിപ്പിച്ചു, ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. തിയോക്രാറ്റിക് ഭരണകൂടങ്ങൾ എനിക്ക് തോന്നുന്ന ഇന്ന് തന്നെ അപ്രസക്തമാവുകയും ഇല്ലാതാവുകയും ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു ആധുനിക കാലഘട്ടത്തിൽ ഒരു മതരാഷ്ട്രമായി പരിണമിക്കാനുള്ള ഭൂരിപക്ഷ മതത്തിന്റെ ശ്രമങ്ങളുടെ നടുവിൽ ഇത്തരത്തിലുള്ള പുരുഷാധിപത്യത്തിന്റെ, പൗരോഹിത്യാധിപത്യത്തിന്റെ, തീവ്രവാദ സ്വഭാവമുള്ള വിശ്വാസ പ്രക്രിയയുടെ ജീവിതങ്ങളുടെ ആദർശവൽക്കരണത്തിലൂടെ വീണ്ടും വീണ്ടും വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന സ്ത്രീ ജീവിതവും കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ രണ്ടു തരത്തിലും, ഒരു വശത്ത് ഈ പറഞ്ഞ ഒരു മതരാഷ്ട്രം നിർമ്മിക്കാൻ പോകുന്ന സ്ത്രീ സങ്കല്പത്തിന്റെ വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ ചെറുക്കാൻ വേണ്ടി നിലനിൽക്കുന്ന തീവ്ര നിലപാടുകൾക്കകത്തുമുള്ള ഒരു സ്ത്രീ ജീവിതമുണ്ട്. അപ്പോൾ ഇരു പ്രകാരത്തിലും വളരെയധികം ഇരയാക്കപ്പെടാൻ സാധ്യതയുള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരെയുള്ള നിലപാടുകൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ ഇപ്പൊ തിരുമേനി പറഞ്ഞു, 1970 മുതൽ ലാറ്റിൻ അമേരിക്കയിൽ നിൽക്കുന്നു, അത് കഴിഞ്ഞ് കേരളത്തിലെ ക്യാമ്പസുകളിലും
കേരളത്തിലെ സെമിനാറുകളിലുമൊക്കെയും ദൈവത്തിന് അല്ലെങ്കിൽ വചനത്തിന് ഒരു വിമോചന സ്വഭാവമുണ്ട് എന്നുള്ള ടെക്സ്റ്റ് ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നു. ബൈബിൾ ഒരു വിമോചനത്തിന്റെ ടൂളായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ നമ്മൾ പിന്നീട് കാണുന്നു 1980-കൾ മുതൽ ഇതിൽ നിന്നെല്ലാം അങ്ങേയറ്റം എസ്കേപ്പ് ചെയ്യുന്ന, പലായനം ചെയ്യുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു മിറക്കിൾ മെർച്ചന്റ്, ഒരു അത്ഭുത വ്യവസായി മാത്രമായ ദൈവത്തെ നാം കാണുന്നുണ്ട്. ദൈവം ജീവിക്കുന്നത് മനുഷ്യർ ജീവിക്കുന്ന ഇടങ്ങളിലാണ്. അവിടെയാണ് അപ്പമായും വിടുതിയായും ദൈവത്തിന് ജീവിക്കാൻ സാധിക്കുന്നത് എന്ന ടെക്സ്റ്റ് എന്ന പാഠം ഇല്ലാതാവുകയും പകരം ദൈവം ഒരു അത്ഭുത വ്യവസായിയായി മാറുകയും ചെയ്തു. ഇതെല്ലാ മതത്തിലും സംഭവിക്കുന്നുണ്ട്. അത്ഭുത വ്യവസായിയായ ദൈവവും എംപറർ ഗോഡ്, സമ്രാട്ടായ ദൈവവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാം. ഇത് രണ്ടും ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വിശ്വാസി എന്ന് പറയുന്നത് വളരെ നിലം പറ്റി കിടക്കേണ്ട ഒരു തരം ജീവികൾ, ജന്മങ്ങൾ മാത്രമായി മാറും. അതുകൊണ്ട് ഞാൻ മതവിശ്വാസമുള്ളവരോടാണ് പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തെ വിശകലനം ചെയ്യാനും വിവേകപൂർവം അതിനെ അപഗ്രഥിക്കുവാനും ചിലപ്പോഴെങ്കിലും അതിൻ്റെ ദുഷിച്ച പ്രവണതകളെ പ്രതിരോധിക്കാനുമുള്ള ഒരു വിടുതിയുടെ മൂല്യം കൂടി മനുഷ്യരിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരായിട്ട് നമുക്ക് നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ ജനതയിൽ ഭൂരിപക്ഷവും ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസം, ഈശ്വര വിശ്വാസം, മതവിശ്വാസം ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ ഇത് മുഴുവൻ ഇല്ലാതായിട്ടല്ല നമ്മൾ ജീവിക്കാൻ പോകുന്നത്. ഈ നാം ജീവിക്കുന്ന ഇടങ്ങളിൽ ഇതിൻ്റെ ഒരു ലിബറേറ്റീവായിട്ടുള്ള ഒരു ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയാമായിരിക്കണം. അത് ദരിദ്രമുള്ളവരുടെ, സാമൂഹ്യമായ അസമത്വം അനുഭവിക്കുന്നവരുടെ, സാമ്പത്തിക ചൂഷണം അനുഭവിക്കുന്നവരുടെ, കോർപ്പറേറ്റ് വൽക്കരണത്തിന് ഇരകളാകുന്നവരുടെ ഒക്കെ ഇടയിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് വിശ്വാസി ആവിഷ്കരിക്കാൻ ശ്രമിക്കേണ്ടതെന്നാണ് എൻ്റെ പരിമിതമായ ബുദ്ധിയിൽ നിന്നും ഇത്ര കാലത്തെ ജീവിതത്തിൽ നിന്നും ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ പങ്കുവയ്ക്കാനുള്ളത്. ഇവിടെ സഖാവ് പി രാജീവ് പറഞ്ഞിരുന്നു VP സിംഗ് പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച്. ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന, ഒരു സന്ദർഭത്തിലുള്ള ഒരു പരാമർശത്തെ കൂട്ടുപിടിക്കുകയാണ്. ഇന്ത്യയിലെ മതാന്ധതയെക്കുറിച്ചും ഭൂരിപക്ഷം മതം സൃഷ്ടിക്കേണ്ട ആധിപത്യത്തെക്കുറിച്ചും ഒക്കെയുള്ള വലിയ ഡിസ്കഷൻസ് ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങൾ കേരളത്തിലെ എരുമേലി എന്ന് പറയുന്ന സ്ഥലത്തെ നോക്കുക. അവിടെ രണ്ട് ദൈവങ്ങൾ, ഒരു അവതാരവും ഒരു ഇതര മതവിശ്വാസിയും തമ്മിലുള്ള അസാധാരണമായിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെ ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു സങ്കല്പനം, ഒരു കോൺസെപ്റ്റ് നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദു ദൈവത്തിന് വിശേഷം നമുക്കറിയാം, ആ ദൈവം ഹരിഹരപുത്രനാണ്. അതിനകത്തൊരു സമന്വയമുണ്ട്. ആ സമന്വയം, ആ ദൈവാവതാരത്തിന് ഒരു വാവരനെ പോലെയുള്ള ഒരു ഫ്രണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നിടത്ത് ഒരു ജനത സൂക്ഷിക്കുന്ന അസാധാരണമായിട്ടുള്ള സാഹോദര്യത്തിൻ്റെ അംശമുണ്ട്. നമ്മുടെ ഇടയിലും തീ പടർന്നു തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ അടയാളപ്പെടുത്തി ഏത് മതം എന്ന് ഒന്നാമത്തെ ചോദ്യത്തിൽ, രണ്ടാമത്തെ ചോദ്യത്തിൽ അത് വരുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ദൈവങ്ങൾക്ക്, എനിക്കറിയാം, ഞാൻ ജീവിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലാണ്. ഇവിടെ കോട്ടയത്തിനടുത്ത് മണ്ണർകാടുണ്ട്. ഇവിടുത്തെ ദൈവ അല്ലെങ്കിൽ മാതാവ് കന്യാമറിയവും ദേവിയും സഹോദരന്മാരാണ്. അല്ലെങ്കിൽ മറ്റൊരു ദൈവവും വേറൊരു ദൈവവും വർത്തങ്ക വെളുത്തച്ഛനും ശബരിമല അയ്യപ്പനും സഹോദരന്മാരാണ്. ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ നിർമ്മിക്കാൻ സാധിച്ചിരുന്ന വിധത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള സാഹോദര്യ അനുഭവമുള്ള ഒരു സാമൂഹ്യ ജീവിതം നമുക്കുണ്ടായിരുന്നു. നമ്മൾ മതരാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതായത് ഇന്ത്യ സ്വതന്ത്രമാകുന്ന സന്ദർഭത്തിലും 70% ഹിന്ദുക്കളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. ഈ ബാക്കിയുള്ളവരുടെ റേറ്റിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അതേസമയം 1% തന്നെ താഴെയുള്ള മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ആ റേഷ്യോ അവിടെ നിൽക്കട്ടെ, 1% താഴെയുള്ള
ബൗദ്ധരും ജൈനരും പാഴ്സികളും നിരവധിയായ ആദിവാസി അനിമിസം പോലെയുള്ള പ്രപഞ്ച ശക്തികളെ ആരാധിക്കുന്ന തരത്തിലുള്ള വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മതസങ്കല്പങ്ങളുള്ള മനുഷ്യരുള്ള നാടായത്. അല്ലാതെ ഇതിനൊരു യൂണിഫോംഡ് ആയിട്ടുള്ള ഒരവസ്ഥ ഇതിലില്ല. ഇനി ഈ ഹിന്ദുമതത്തിൽ തന്നെ എത്രയോ ദർശനങ്ങൾ, എത്രയോ പാത്വേസ്, വഴികൾ, പഥങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു വശത്തുകൂടി വളരെ രഹസ്യമായി അല്ലെങ്കിൽ പരസ്യമായി കടന്നു വരുന്ന കമ്പോള ശക്തികളോടൊപ്പം വിഭാഗീയതയുടെ വിഷലിപ്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള പാഠങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പരസ്പരം കലഹിക്കുന്നതിന് പകരം ഈ നാടിനെക്കുറിച്ചും ഈ ജീവിതത്തെക്കുറിച്ചും അല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്കറിയാം, കയ്യൂർ സമരത്തിൽ കുറ്റക്കാരായി വിധിച്ചതിൽ അബൂബക്കറും ഉണ്ട്, ചന്തുവും ഉണ്ട്, ചിരികണ്ഠനും ഉണ്ട്, അപ്പുണ്ട്. അബൂബക്കറിന്റെ മതം ആരും അന്ന് അന്വേഷിച്ചിരുന്നില്ല. അപ്പോൾ കൊല്ലപ്പെട്ട പോലീസ് ഓഫീസറുടെ മതവും അവിടെ അപ്രസക്തമായിരുന്നു. അത്രയും വിവേകമെങ്കിലും ഇനി വരുന്ന ഒരു കാലഘട്ടത്തിലെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചും പ്രതീക്ഷയുണ്ട്. ഇന്ത്യ ഒരുപാട് തരത്തിലുള്ള, ഞാൻ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തൂടെ പലപ്പോഴും യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ സമയങ്ങളിലുള്ള എന്തും വേണ്ട ബുദ്ധവിഹാരങ്ങളുടെ ശേഷിപ്പുകളാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടൊക്കെ ഒരുപാട് മതങ്ങൾ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ മതവിശ്വാസികൾ ഉണ്ടായിരുന്നു. ചിലതൊക്കെ കാലത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ട്. പക്ഷെ മനുഷ്യർ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യനാണ് ശക്തി, മനുഷ്യന്റെ നന്മയാണ് ശക്തി, അവരുടെ ജനാധിപത്യ ബോധമാണ് ശക്തി, അവരുടെ രാഷ്ട്രബോധമാണ് ശക്തി. അപ്പോൾ അത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു 100 വർഷം മുമ്പ് എഴുതിയ കവി പറയുന്നുണ്ട്, ഒരൊറ്റ മതമുണ്ടുലകിനുയരാൻ പ്രേമമതൊന്നല്ലോ. അങ്ങനെ പറഞ്ഞതും ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. ഇതൊരു ആദർശവൽക്കരിക്കപ്പെട്ട നിലയാവാം. പക്ഷേ നമ്മൾ പ്രേമം എന്ന മതം ഉണ്ടെങ്കിൽ മറ്റു മതങ്ങളുടെയും അതിൻ്റെ വിഭാഗീയതയും തീവ്രവാദത്തെയും സ്ത്രീവിരുദ്ധതയും ദളിത് വിരുദ്ധതയും ഒക്കെയും ചെറുക്കാൻ നമുക്ക് സാധിക്കും. ജനാധിപത്യ ബോധമുണ്ടായിരിക്കുക, മതത്തിൻ്റെ വിടുതിയുടെ അംശം, വിമോചനത്തിൻ്റെ സ്വഭാവം നാം മനസ്സിലാക്കുക. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.